സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അക്കോർഡുണ്ടായി. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. മനസ്സിലാക്കുക, സൗദി ഓയിൽ റിച്ചാണ്, പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റാണ്. ആ അക്കോർഡുണ്ടായ സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു, ഇത് വരാൻ പോകുന്നത് ഇന്ത്യക്കെതിരെയും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്തു. അപ്പം അതിൻ്റെ താഴെയൊക്കെ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ചില മലയാളം മീഡിയയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും കൊടുത്തിട്ടുണ്ട്. എന്താണ് പുതിയ ഡെവലപ്മെൻറ്റ്? ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ, ഒന്ന് ഇസ്ലാം, അതേപോലെ അറബ് രാജ്യങ്ങൾ ഒരു കോൺഫെഡറേഷൻ രീതിയിൽ വരാൻ പോവുകയാണ്, നാറ്റോ കൈൻഡ് ഓഫ്. അപ്പം ഇത് വരുന്നതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാൻ്റെ കൈവശം മാത്രമേ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളൂ. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ കൈവശം ഈ പറയുന്ന J-17 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ഉണ്ട്. അത് എസ്റ്റാബ്ലിഷ്ഡായി ഗ്ലോബലി അക്ലെയിം ചെയ്തു. അതല്ല, ഇത് ഈ ആക്രി എന്നൊക്കെ പറയുന്നത് നോൺസെൻസാണ് ബേസിക്കലി. കാരണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് പല രാജ്യങ്ങളും, അതായത് ചെറുതും വലുതുമായിട്ട് സൗദി ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം ഇത് വാങ്ങാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചില പ്രൊഡിക്ഷനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2035 ഏകദേശം 20-ൽ പരം രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ J-17 എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങും. അത് പിന്നീട് നിങ്ങൾ നോക്കുക, പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും കൺഫേം ചെയ്തിട്ട് പറഞ്ഞ് ഈ രീതിയിലാകാനുള്ള പോസിബിൾ ചാൻസ് കൂടുതലാണ്. അപ്പം മനസ്സിലാക്കുക, പാകിസ്ഥാൻ്റെ കൈവശം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അതേപോലെ J-17 എയർക്രാഫ്റ്റ് ഉണ്ട്, അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ടർക്കിയുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ടെക്നോളജി അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പക്ഷേ അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ സാധനം.